ഇന്ന് രാവിലെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഈ ഫേസ്ബുക്കിലും അതുപോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഹിജാബാണ്. ഇതിൽ 99% ഹിജാബ് വാദികളാണ്. ഹിജാബ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവര് ഒരുപാട് തരത്തിലുള്ള ന്യായീകരണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഇവിടെയാണ് ഞാൻ ഈ ഹിജാബിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, ഹിജാബ് വേണം എന്ന് പറയുന്ന അന്തം കമ്മികളോടും സുഡാപ്പികളോടും, അല്ലെങ്കിൽ സുഡാപ്പികളെ നമുക്ക് വിടാം, സുഡാപ്പികളുടെ ഒരു അജണ്ടയാണല്ലോ, അവരെ നമുക്ക് വെറുതെ അഭിസംബോധന ചെയ്ത് സമയം മെനക്കെടുത്തേണ്ട അന്തം കമ്മികളോടും അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട സാംസ്കാരിക നായകന്മാരോടുമൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഇറാനിലെ മഹ്സ അമീനി എന്ന 22-കാരിയെ അറിയുമോ എന്നാണ്. മഹ്സ അമീനി എന്ന പെൺകുട്ടിയെ നിങ്ങൾ അറിയുമോ? ഹിജാബിന് വേണ്ടി കേരളത്തിൽ ഹിജാബിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ഹിജാബ് എല്ലാ സ്കൂളിലും ഹിജാബ് നടപ്പാക്കണമെന്ന് പറയുന്ന അന്തം കമ്മികൾ മറുപടി പറയണം. ഇവിടുത്തെ ഉൽപ്പതിഷ്ണുക്കളായ, ഇവിടുത്തെ നവോത്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഉത്തരം പറയേണ്ടതാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ 2022 3 വർഷമായിട്ടുള്ളൂ. 2022 ഇറാനിൽ മഹ്സ അമീനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇറാനിലെ ഭരണകൂടം അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. എന്തിനാണെന്നറിയോ? ആ പെൺകുട്ടിയുടെ തലയിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന ഹിജാബ് ഉണ്ടല്ലോ, ഹിജാബ് ഒന്ന് നീങ്ങിപ്പോയി. സ്വന്തം മാതാപിതാക്കളോടത്ത് ഈ പെൺകുട്ടി യാത്ര ചെയ്യവെയാണ്. ഈ പെൺകുട്ടി ടെഹ്റാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ടെഹ്റാനിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇറാനിലെ മത പോലീസുകാർ കാണുന്നത് ഈ മഹ്സ ഇമാനി എന്ന ഈ പെൺകുട്ടിയുടെ തലയിൽ നിന്ന് മുടിച്ചുരുളുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ് സ്ഥാനം മാറിയിരിക്കുന്നു. ഈ പോലീസ് ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് തടങ്കലിലേക്ക്. 3 ദിവസം കൊടിയ പീഡനങ്ങളായിരുന്നു. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എന്താണെന്ന് അറിയോ? മറ്റേ തലച്ചോറിന് ക്ഷതം പറ്റിയിരിക്കുന്നു, തലയൊട്ടി പൊട്ടി പിളർന്നിരിക്കുന്നു. ഇറാനിയൻ മത പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനമേറ്റ് 3-ാം ദിവസം മഹ്സ ഇമാനി എന്ന പെൺകുട്ടി മരിക്കുകയാണ്. തുടർന്ന് ഇറാനിൽ സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലെ? കഴിഞ്ഞ 3 വർഷമായിട്ടുള്ളൂ. നമ്മുടെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 551 പേരെയാണ് ഈ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 551 പേരെയാണ് ഇറാനിയൻ ഭരണകൂടം വെടിവെച്ച് കൊന്നത്. ഇവിടെ ഹിജാബ് നടപ്പാക്കണമെന്ന് പറയുന്ന അന്തംഗമ്മികൾ ആലോചിക്കണം. ഇറാനിൽ ഹിജാബിനെതിരെ ഹിജാബ് കത്തിച്ചുകൊണ്ട്, ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുസ്ലിം സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇറാനിലെ പട്ടാളം, ഇറാനിലെ മതവെറിയന്മാരായ അവിടുത്തെ മത പോലീസുകാർ വെടിവെച്ചു കൊന്നത് 551 പ്രക്ഷോഭകാരികളെയാണ് കേട്ടോ. ആയിരക്കണക്കിന് പേരെ തടങ്കലിലാക്കി. ഇതിനൊക്കെ എതിരെ പ്രതിഷേധിച്ച ഈ നർഗീസ് അഹമ്മദിക്കാണ് 2023 നൊബേൽ സമ്മാനം കിട്ടിയത് കേട്ടോ, സമാധാനത്തിനുള്ള. ഓർക്കണം നിങ്ങൾ, ഇതൊക്കെ ചരിത്രമാണ്. ഇപ്പോ ഹിജാബിന് വേണ്ടി ഉറഞ്ഞു തുള്ളുന്നവർ മനസ്സിലാക്കണം, ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല. ഇസ്ലാം മതത്തിന്റെ ചിട്ടകൾ അനുസരിച്ച് നിർബന്ധിതമായും ധരിക്കേണ്ട ഒരു വസ്ത്രമല്ല ഹിജാബ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സംസാരിച്ചു, ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാർ സംസാരിച്ചപ്പോൾ ഈ ഹിജാബ് എന്ന് പറയുന്നത് നിർബന്ധിത വസ്ത്രമാണ്. ഇത് ധരിച്ചിട്ട് മാത്രമേ മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങിക്കൂടൂ എന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. നമുക്കും അറിയാമല്ലോ നമ്മൾ എപ്പോഴാണ് ഈ ഹിജാബ് കാണാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനുള്ളിലാണ് നമ്മൾ ഈ ഹിജാബ് കാണാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പേ കേരളത്തിൽ എത്ര മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടിട്ടും തട്ടമിടാതെയും മുടി പാതി മറച്ചു. തട്ടം എന്ന് പറഞ്ഞാൽ മുടിയുടെ ഒരു പാതി ഭാഗം അപ്പോഴും വെളിയിൽ കാണുമായിരുന്നു. തട്ടമൊക്കെ അവരുടെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു തട്ടമൊക്കെ കേട്ടോ. അതായത് മുടി മുഴുവൻ മറക്കുക എന്ന് പറയുന്ന ഒരു ശീലമൊന്നും ആയിരുന്നില്ല പണ്ട് തട്ടത്തിന്. ഒരു ചെറിയ ഈ തുണിക്കഷ്ണം തലയിലിട്ടുകൊണ്ട് ഹെയർപിൻ കുത്തിക്കൊണ്ടു പോകുന്ന പഴയ കാലത്തെ പെൺകുട്ടികളെയൊക്കെ നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും. അവരുടെ മുടിയുടെ മുൻഭാഗമൊക്കെ പുറത്തുണ്ടാവും. തലയുടെ ഒരു പകുതി വെച്ചിട്ടൊക്കെയാണ് തട്ടം ധരിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു. അന്നൊന്നും ഈ കിതാബില് ഈ ഹിജാബ് നിർബന്ധമാണെന്നൊന്നും ആരും ഒരു മൗലവിമാരും ഇവരോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹിജാബ് ആക്ടിവിസത്തിന്റെ മറവിൽ ഇവർ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ മാധ്യമം പത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്, ഇവർ ഉദ്ദേശിക്കുന്നതാണ് ഒരു ചർച്ചയുണ്ടാക്കുക, ഒരു വിവാദം ഉണ്ടാക്കുക, മുസ്ലിം മതവിഭാഗത്തെ അവരുടെ വികാരങ്ങളെ ആളിപ്പടർത്തുക, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഹിന്ദുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്, ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ശത്രുക്കളാണ്, ഈ ഹിജാബ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, അത് അവർ ധരിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഒരു ശക്തിയായി നിങ്ങൾ വളരേണ്ടതാണ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഹിജാബിനോടുള്ള അവരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഭ്രാന്ത്, അമിതമായ ലഹരി അതിങ്ങനെ പതപ്പിക്കുക. ഇവിടെ ക്രൈസ്തവ വിരോധം, ഹൈന്ദവ വിരോധം അതേ വസ്ത്രത്തിൽ കുത്തിവെക്കുക, ഇതൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഞാൻ ആ രക്ഷിതാവിനെയോ ആ പെൺകുട്ടിയോ അല്ല കുറ്റപ്പെടുന്നത് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം. ഇനി നമുക്ക് ഈ സംഭവത്തിലേക്ക് വരാം. അതായത് യഥാർത്ഥത്തിൽ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ സംഭവിച്ചത് എന്തായിരുന്നു? നമ്മൾ വളരെ കൃത്യമായി ആ കാര്യം നോക്കിയാട്ടെ. ഈ പെൺകുട്ടി അവിടെ അഡ്മിഷൻ നേടിയിട്ട് മറ്റൊന്ന് നമുക്ക് തെരഞ്ഞെടുക്കാൻ ഒരുപാട് സ്കൂളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടല്ലോ. നമ്മുടെ ചുറ്റിലും ഒരുപാട് സ്കൂളുകളുണ്ട്. ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടികളെ പ്രവേശിക്കുന്ന ഇഷ്ടംപോലെ സ്കൂളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടല്ലോ. ഈ സെന്റ് റീത്താസ് സ്കൂളില് ഹിജാബ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ കൃത്യമാണ്. അവരുടെ യൂണിഫോം വളരെ നിഷ്കർഷിച്ച് യൂണിഫോമിൽ ഒരു അയവും റീത്താസ് പബ്ലിക് സ്കൂള് ഏർപ്പെടുത്തില്ല അല്ലെങ്കിൽ നടത്തില്ല എന്ന് എറണാകുളത്തുള്ള ആൾക്കാർക്ക്, പള്ളുരുത്തിയിലുള്ള ആൾക്കാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആ സ്കൂളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 30 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള സ്കൂളാണ് കേട്ടോ. മാത്രമല്ല അവിടെ ആ സ്കൂൾ 600 കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ഈ 600 കുട്ടികൾ പഠിക്കുന്നതിൽ 200-ലേറെ കുട്ടികൾ മുസ്ലിം കുട്ടികളാണ്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന 600 കുട്ടികളിൽ 200-ലേറെ കുട്ടികളും മുസ്ലിം കുട്ടികളാണ്. ആ കുട്ടികളൊന്നും ഈ ഹിജാബ് ധരിക്കാറില്ല. അങ്ങനെയാണ് ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ടിട്ടല്ല വരുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 4 മാസം, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം ഈ കുട്ടി ഹിജാബ് ധരിക്കാതെ ഈ സ്കൂളിൽ വന്നിരുന്ന കുട്ടിയാണ്. 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടിക്ക് തോന്നുകയാണ്, ഞാൻ കുട്ടിയെ മാറ്റി നിർത്തുന്ന കുട്ടിയല്ല, കുട്ടിയുടെ രക്ഷിതാവിന് തോന്നുകയാണ് ഈ കുട്ടിയെ ഹിജാബ് ധരിച്ചിട്ടാണ് സ്കൂളിലേക്ക് വിടാം. ഈ രക്ഷിതാവ് അക്ഷരാഭ്യാസമുള്ള രക്ഷിതാവാണല്ലോ. ആ സ്കൂളിന്റെ നിയമാവലിയിൽ വളരെ കൃത്യമായി പറയും. ഈ നിയമാവലി ഒന്ന് വായിക്കേണ്ടെന്നായി. റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിച്ചിട്ട് ഒരു കുട്ടിയെ പ്രവേശിപ്പിക്കാറില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോഴാണ് നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ട് പ്രവേശിപ്പിച്ചുകൂടാ? ഇത് ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം. ഒരു കുട്ടിക്ക് ഹിജാബ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെങ്ങനെയാണ് ഈ പറയുന്ന റീത്ത പബ്ലിക് സ്കൂൾ വിലങ്ങുതടി ഏർപ്പെടുത്തുക? എങ്ങനെയാണ് അത് വേണ്ടെന്ന് പറയുക? പറയും. കാരണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഭരണഘടന വായിക്കണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവർക്ക് നിശ്ചയിക്കാം അവരുടെ യൂണിഫോം. ആർക്കും അതിൽ എതിര് പറയാൻ പറ്റില്ല, ആർക്കും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അവരുടെ അവകാശമാണ്. ഭരണഘടന അവർക്ക് നൽകുന്ന അവകാശമാണ് കേട്ടോ. ഈ കുറെ സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ ഈ ശിവൻകുട്ടിയോ പറഞ്ഞാൽ ഭരണഘടന മാറ്റാൻ പറ്റുമോ? അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 30 അനുസരിച്ച് ഇവർക്ക് ഭരണഘടന നൽകുന്ന പ്രത്യേക പരിരക്ഷയാണ് അല്ലെങ്കിൽ പ്രത്യേക അവകാശമാണ് അവർക്ക് അവരുടെ യൂണിഫോം നടപ്പിലാക്കാം. അതാണ് അവർ കഴിഞ്ഞ 10-27 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുട്ടിയെ ഹിജാബ് ധരിച്ച് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അതത്ര നിഷ്കളങ്കമാണോ? ഈ കുട്ടിക്കും ഈ രക്ഷിതാവിനും ഈ പറയുന്ന ഈമാൻ തോന്നിയത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതത്തോടുള്ള അല്ലെങ്കിൽ ഈ ഖുർആനോടുള്ള അല്ലെങ്കിൽ ഹിജാബിനോടുള്ള ഈ അമിതമായ താല്പര്യം തോന്നിയത് ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ്? ഈ കുട്ടി സ്കൂളിൽ പോകുന്ന 4 മാസവും ഇവർക്ക് ഹിജാബ് വേണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ ഇവരെ മനഃപൂർവ്വം ഇവരെ കരുവാക്കിക്കൊണ്ട് ഇവരെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ SDPIക്കാർ ഇവർക്ക് പിന്നിൽ നിന്ന് ഈ പറയുന്ന പിതാവിനെ പറഞ്ഞ് മോളെ ഈ ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് വിട്, നമ്മൾ പ്രശ്നമുണ്ടാക്കാം എന്നും പറഞ്ഞ് ഈ പിതാവിനെ, ഈ പാവം കുട്ടിയുടെ പിതാവിനെ നിർബന്ധിപ്പിച്ച് ഈ ഹിജാബ് ധരിപ്പിച്ച് വിട്ടത് ഈ പിതാവിന്റെ സുഹൃത്തുക്കളായ ഈ SDPIക്കാർ. ഇവർക്കറിയാം സ്കൂളുകാർ സമ്മതിക്കില്ല എന്ന് ഇവർക്കറിയാം. സമ്മതിച്ചില്ല. ഇവർ പിറ്റേന്ന് സ്കൂളിൽ ചെന്നോ പ്രശ്നമുണ്ടാക്കി, ബഹളമുണ്ടാക്കി. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ഇവരുടെ ആവശ്യം ഈ കുട്ടി ഹിജാബും ധരിച്ച് സ്കൂളിൽ പോകുക എന്നുള്ളതായിരുന്നില്ല. 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന വളരെ 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 മികച്ച രീതിയിൽ നടത്തി വരുന്ന ഈ സ്കൂളിന്റെ സമാധാനം നശിപ്പിക്കുക, ഈ സ്കൂൾ അടച്ചുപൂട്ടുക. ഇമാതിരി ക്രിസ്ത്യാനികളൊന്നും ഇവിടെ സ്കൂളും പള്ളിക്കൂടും നടത്തണ്ട, അതൊക്കെ നമ്മന്റെ ആൾക്കാർ നടത്തിക്കോളും, നമ്മന്റെ ആൾക്കാരുടെ സ്കൂൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു അജണ്ട. രണ്ടാമത്തെ അജണ്ട എന്താണെന്നറിയോ? കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഹിജാബിനെ കുറിച്ച് ചർച്ചകളൊന്നുമില്ല. അങ്ങനെ ഒരു ഹിജാബ് ചർച്ച എങ്ങനെ ഇവിടെ വരണം? ഹിജാബ് ചർച്ച വന്നു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗം ഇവരോട്, ഈ ഇസ്ലാമിക തീവ്രവാദികളോട് ഐക്യപ്പെടും.
എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് കേരളത്തിലെ മതേതരരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത വളരെ വളരെ മതേതരത്വം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കുക, എന്നിട്ട് അവരെ ഈ ഹിജാബ് ധരിപ്പിക്കുക. മാത്രമല്ല ഹിജാബ് ധരിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്കൂളിലെ 200-ലേറെ കുട്ടികളൊന്നും ഹിജാബ് ധരിക്കുന്ന കുട്ടികളല്ല. അവരെ കൂടി ഹിജാബ് ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു 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 കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഏറ്റവും ദുഷിച്ച ഒരു ലാക്കായിരുന്നു ഇവർക്ക് പിന്നിലുണ്ടായിരുന്നത്. ഇനി മറ്റൊന്ന്, നമുക്ക് കോടതി വിധികളിലേക്ക് വരാലോ. മുഹമ്മദ് മുഷ്താഖ് എന്നാണ് ആ ന്യായാധിപന്റെ പേര്. അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നില്ല, ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, ഒരു മുസ്ലിമായ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ 2018 വിധി എഴുതിയതാണ്. അന്ന് ഈ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ കുട്ടി, ഇതേപോലെ ഒരു പെൺകുട്ടി എന്താ പറയാ, കൈ ഫുൾ കൈയുള്ള കുപ്പായമൊക്കെ ഇട്ടുവന്ന് ഇതേപോലെ ഈ ഹിജാബും കാര്യങ്ങളൊക്കെ ധരിച്ചു വന്നപ്പോഴാണ് ഇത് കേസായത്. ഹൈക്കോടതിയിൽ കേസെത്തി. അപ്പോഴാണ് ഹൈക്കോടതി ഈ വാദങ്ങളൊക്കെ കേട്ട് ഹൈക്കോടതി വളരെ കൃത്യമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, ഒരു വിധി പുറപ്പെടുവിച്ചു. കാരണം മുസ്ലിം കുട്ടിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഹിജാബ് ധരിച്ചു വരാൻ. അതേസമയം ഒരു ന്യൂനപക്ഷ വിഭാഗം നടത്തുന്ന സ്കൂളിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിന് ഭരണഘടന ഉറപ്പ് നൽകുന്ന ചില ഉറപ്പുകളുണ്ട്, ചില അവർക്ക് ചില സൗജന്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് അവർ നിഷ്കർഷിക്കുന്ന യൂണിഫോം. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ് ഇത്തരത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിന് അവർ ഭരണഘടന നൽകുന്ന ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇവരുടെ ഈ അവകാശം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം അണിഞ്ഞു മാത്രമേ വരാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല. കാരണം ലോകത്തുള്ള മുസ്ലിങ്ങൾ എത്ര പകുതിയിലും പകുതി, കാൽഭാഗം, അതിലും കുറവ് മാത്രമേ ഹിജാബ് ധരിക്കുന്നുള്ളൂ. ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളാണ് മുസ്ലിം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലും കൂടുതലുള്ളത്. നമുക്ക് തന്നെ അറിഞ്ഞൂടെ, കേരളത്തിൽ പോയി നോക്കിയാൽ ഹിജാബ് ധരിക്കുന്നവർ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കൂടി വരുന്നുള്ള ശരി തന്നെ. പക്ഷെ കുറച്ച് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്ലാം മതം കേരളത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഹിജാബിനെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് അറിവ് വരുന്നത് ഈ പതിറ്റാണ്ടിലാണ്. മുമ്പൊന്നും ഹിജാബ് അറിയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധിത മതവസ്ത്രമല്ല. എവിടെയും ഒരു ഹദീസിനും ഒരു ഖുർആനിലും ഇതൊരു നിർബന്ധിത മതവസ്ത്രമാണ് എന്ന് പറയുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് വിധി പ്രഖ്യാപിച്ചത്. സ്കൂളുകളിൽ ഹിജാബ് നിർബന്ധമായി ഹിജാബ് ധരിച്ച് വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നൊരു വിധി അവിടെയുണ്ട് കേട്ടോ. പിന്നെ ശിവൻകുട്ടി താരക്ക് എന്തിനാണോ തൊള്ളുന്നത്? എന്തിനാണോ ഈ സാംസ്കാരിക നായകന്മാരെ നിങ്ങൾ ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്നത്? ഹൈക്കോടതി വിധിയുടേത് മാത്രമല്ല, ഇനി കർണാടക ഹൈക്കോടതി ഇതേപോലെ, ഉടുപ്പിയിൽ ഇതേപോലെ തന്നെ ഈ SDPക്കാരുടെ കുത്തിത്തിരിപ്പ് കൊണ്ട് അവിടെ ആഴ്ചകളോളം വിദ്യാഭ്യാസം തടസ്സപ്പെട്ടു. അവസാനം കർണാടക ഹൈക്കോടതിയും വിധിച്ചു, ഈ ഹിജാബ് എന്ന് പറയുന്നത് നിർബന്ധിത വസ്ത്രമല്ല, സ്കൂൾ യൂണിഫോം എന്താണോ അത് ധരിച്ചിട്ട് വന്നാൽ മതി എന്ന് കർണാടക ഹൈക്കോടതിയും ഉത്തരവിട്ടു. അവസാനം സുപ്രീം കോടതിയിൽ പക്ഷേ 2 അംഗ ബെഞ്ചിലെ 2 ന്യായാധിപന്മാർ രണ്ട് തരത്തിലുള്ള വിധി പ്രഖ്യാപനമാണ് നടത്തിയത്. ഒരാൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരിഗണന നടത്തിയപ്പോൾ മറ്റേയാൾ ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശത്തിനാണ് ഊന്നൽ നൽകിയത്. ഈ 2 വിധികളും വ്യത്യസ്ത വിധികളായതുകൊണ്ട് ഈ വിധി ഒരിക്കലും നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏതാ വിധി? ആ ഹൈക്കോടതി പറഞ്ഞ കർണാടക ഹൈക്കോടതി പറഞ്ഞ വിധിയും കേരള ഹൈക്കോടതി പറഞ്ഞ വിധിയുമാണ് നിലവിലുള്ള വിധി. എന്ന് പറഞ്ഞാൽ കോടതികൾ പ്രഖ്യാപിച്ചത് ഹിജാബ് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല, ഹിജാബ് ധരിച്ചുകൊണ്ടേ സ്കൂളിൽ ഞങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ഹിജാബ് ധരിക്കാൻ അനുവാദമുള്ള സ്കൂളിൽ പോയി ഇവരെ പഠിക്കട്ടെ. അതല്ലാതെ ഹിജാബ്, ഞങ്ങളുടെ യൂണിഫോമിൽ ഹിജാബ് ഇല്ല എന്ന് ഏതെങ്കിലും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ അവർ പറയുകയാണെങ്കിൽ അതാണ് ശരി. അതാണ് റീത്ത പബ്ലിക് സ്കൂൾ ചെയ്തത്, സെന്റ് റീത്താസ് സ്കൂൾ ചെയ്തത്. സിസ്റ്റർ ഹെലീനക്കെതിരെ ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങൾ, ഇവരുടെ ഒരു പത്രസമ്മേളനത്തെ അധികാരി വളരെ ചിരിച്ചുകൊണ്ട് ഫുൾ കോൺഫിഡന്റ് ആയിട്ടാണ് ഈ സിസ്റ്റർ പറയുന്നത്, ഞങ്ങൾ ആ കുഞ്ഞ് എപ്പം വേണമെങ്കിലും വന്നാലും ഞങ്ങൾ വിദ്യാഭ്യാസം നൽകാം, പക്ഷെ ഹിജാബ് ധരിക്കാതെ വരണം, കാരണം ഇത് ഞങ്ങളുടെ യൂണിഫോം അങ്ങനെയാണ്. അതൊക്കെ ആ ചിട്ടകളും അത്തരത്തിലുള്ള ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അംഗീകരിക്കാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം നൽകുന്നുള്ളൂ. അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ് ഈ രക്ഷിതാവും. അപ്പോഴാണ് SDPക്കാരുടെ കുത്തിത്തിരിപ്പുണ്ടായത്. ഇനി ഏറ്റവും അവസാനം ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്ന മുമ്പ് ഞാൻ ഒരു സാധ്യതയെ കുറിച്ച് പറയട്ടെ. ഈ ഹിജാബ് അല്ല ഇവിടുത്തെ വിഷയം എന്ന് വിചാരിക്കുക. അതായത്
കർശനമായി യൂണിഫോം നടപ്പാക്കുന്ന ഒരു സ്കൂളിലേക്ക് ഒരു കാവി മുണ്ടുടുത്തിട്ട് ഒരു കാവി കുപ്പായം ഇട്ടിട്ട് ഒരു കുട്ടി ചെല്ലുകയാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഒരു ഹൈന്ദവന്റെ ബിംബമാണ് ഈ കാവി കുപ്പായം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് യൂണിഫോം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കാവി മുണ്ടും കാവി ഷർട്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. രുദ്രാക്ഷമാലയും കാവി മുണ്ടും കാവി കുപ്പായൊക്കെ ഇട്ടിട്ട് സിന്ദൂരമൊക്കെ അണിഞ്ഞിട്ട് ഒരു കുട്ടി വന്നാൽ എന്തായിരിക്കും ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പറയാ? ഈ പറയുന്ന ഈ കാവി ഉടുത്ത് കുട്ടികളെ സ്കൂളിലേക്ക് സ്വീകരിക്കണം എന്നായിരിക്കും ഇവർ പറയാ. ജസ്റ്റ് ഞാനൊരു അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഇവിടെയാണ് ഇരട്ടത്താപ്പ്. ഇവർക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഈ മുസ്ലിം പ്രീണനം നടത്തുമ്പോൾ തന്നെ ഹൈന്ദവരോടുള്ള എതിർപ്പ്, ക്രിസ്ത്യാനികളോടുള്ള എതിർപ്പ്, ഇതല്ലാതെ പിന്നെ എന്ത്? കാരണം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഷാജൻ സ്കറിയയുടെ ഒരു പോസ്റ്റ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. ഷാജൻ സ്കറിയ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയോ? ഇങ്ങനെയൊക്കെയാണ് സംഗതി. ഇപ്പൊ ശരി തന്നെ, ഭരണഘടന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്, ഈ ഹിജാബ് ധരിച്ചു വരുന്ന ഒരു കുട്ടിയെ അവിടെ പ്രവേശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും പ്രവേശിപ്പിച്ചുകൂടെ? അതാണല്ലോ ഒരു സാഹോദര്യം, അതാണല്ലോ ഒരു ഈ ക്രൈസ്തവ മിഷണറിമാരുടെ ഒക്കെ ഒരു ആർദ്രമായ മനസ്സിന്റെ ഒരു പ്രതിഫലനമായി ഇത്തരത്തിലുള്ള കുട്ടികളെയും അവർക്ക് പ്രവേശിപ്പിക്കാമല്ലോ. ഷാജൻ സ്കറിയെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണെന്നറിയോ? ഇതൊരു ചെറിയ കാര്യമാണ്. ഇതൊരു ചെറിയ കാര്യം മാത്രം എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇതൊരു ഹിജാബിന്റെ പ്രശ്നമൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ ഹിജാബ് ധരിച്ച് അവിടെ പ്രവേശിപ്പിച്ചാൽ പിന്നാലെ തൊപ്പി ധരിച്ചു വരണം, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ മുറി വേണം എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരും. ഇതൊക്കെയാണ് ഈ സുഡാപ്പികളുടെ ലക്ഷ്യം ഇതൊക്കെയാണ്. പതുക്കെ പിടിമുറുക്കുക. വളരെ മതേതരമായ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ വർഗീയതയുടെ വിഷവിത്ത് വിതയ്ക്കുകയാണ് SDPക്കാർ. അതിന് വളം വെച്ചു കൊടുക്കുകയാണ്, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ അന്തംകമ്മികൾ വി ശിവൻകുട്ടിയും പിണറായി വിജയന്റെ സർക്കാരും അതിനോടൊപ്പം തുള്ളുന്ന കുറെ കോമാളി വേഷമണിഞ്ഞ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ഈ പറയുന്ന ശുംഭന്മാരും. വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഇതൊരു വെറും ഹിജാബിന്റെ പ്രശ്നമല്ല കേട്ടോ. മനസ്സിലാക്കണം നിങ്ങൾ, ഇത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല. ഇത് ലോകവ്യാപകമായി നടക്കുന്ന ഹിജാബ് ആക്ടിവിസത്തിന്റെ ഒരു പുതിയ പതിപ്പാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിജയകരമായി അതിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും അവസാനം ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഒരു കോടതി വിധി വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ദേശാഭിമാനി പത്രം കൊടുത്തത് എന്താണെന്നറിയോ? ഞാൻ കാണിക്കാം. ഇന്നലത്തെ ദേശാഭിമാനിയിലെ തലക്കെട്ട്, സ്കൂളിന് തിരിച്ചടി, സ്റ്റേ ഇല്ല, കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം ഹൈക്കോടതി. ഈ കള്ളം പറയുന്ന പത്രം ഒരു കോടതി വിധിയെ പോലും തെറ്റായിട്ടാണ് കൊടുത്തത്. അതായത് കോടതി വിധി ഇന്നലെ, അതായത് ഈ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂള് ഹൈക്കോടതിയിൽ അവർ ഒരു ഹർജി നൽകിയിരുന്നു. അതായത് DDE ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഈ സ്കൂളിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കുട്ടിയെ പ്രവേശിപ്പിക്കണം, ഹിജാബ് ധരിച്ച കുട്ടിയെ പ്രവേശിപ്പിക്കണം എന്ന് DDEയുടെ ഉത്തരവുണ്ടായപ്പോൾ ആ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ഇവർ ഹൈക്കോടതിയിൽ പോയി. അതാണ് അതിന്റെ വിധി വന്നിട്ടില്ല. ആകെ സംഭവിച്ചത് ആ ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വെള്ളിയാഴ്ച ഇതിലൊരു മറുപടി നൽകാൻ. കാരണം കോടതി പറഞ്ഞു, CBSE സ്കൂളിനെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റുമോ? CBSE സ്കൂളിനെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരോട് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല. അപ്പം പറഞ്ഞു, പോയി അന്വേഷിച്ച് വരാൻ പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അപ്പോഴാണ് ഈ സ്കൂളുകാർ പറഞ്ഞത്, എന്നാൽ ഈ ഉത്തരവൊന്ന് സ്റ്റേ ചെയ്തോളൂ ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞു, അതിന്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് CBSE സ്കൂളാണ്, സംസ്ഥാന സർക്കാരിന് അതിന്റെ മേലെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇനി വല്ലതും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അന്വേഷിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാലോ, നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത് എന്നാണ് കൂട്ടരെ കോടതി ചോദിച്ചത്. അതിനാണ് പറഞ്ഞത് സ്കൂളിന് തിരിച്ചടിയെന്ന്. മറ്റു പത്രങ്ങളൊക്കെ പറയുന്നത് സ്റ്റേ, എന്താണ് സ്കൂളിന്റെ ആവശ്യം, ഈ ഇവരുടെ DDEയുടെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ്. കോടതി സ്റ്റേ ചെയ്തില്ല. കോടതി ഉത്തരവല്ല, തൽക്കാലം സ്റ്റേ ചെയ്തില്ല. എന്നിട്ടാണ് പറഞ്ഞത് വെള്ളിയാഴ്ചത്തേക്ക് കേസ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സ്കൂളിന് തിരിച്ചടി. ഈ ഹിജാബുവാദികൾ
ഈ ഹിജാബുവാദികളുടെ ഒരു ആവേശമാണ്. സ്കൂളിന് തിരിച്ചടി, സ്കൂളിൽ കുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് വളരെ കൃത്യം ഇത് തന്നെയാണ്. പോയി സംസ്ഥാന സർക്കാർ അവരുടെ വിശദീകരണം വരട്ടെ. ശിവൻകുട്ടിക്ക് എങ്ങനെയാണ് ഒരു CBSE സ്കൂളിന്റെ സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുക? അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ആ ഉത്തരം വരട്ടെ. ഉത്തരം വന്നു കഴിഞ്ഞിട്ട് കോടതി വിധി പറയും. കോടതി നേരത്തെ മുഹമ്മദ് മുഷ്താഖ് പ്രഖ്യാപിച്ച ആ വിധി തെറ്റാണെന്ന് പറയാൻ ഈ ഹൈക്കോടതി തയ്യാറാകുമോ? കർണാടക ഹൈക്കോടതിയുടെ വിധി തെറ്റാണെന്ന് പറയാൻ തയ്യാറാകുമോ? സുപ്രീം കോടതി പോലും തീരുമാനമെടുക്കാത്തൊരു വിഷയം ഈ കേസിൽ ഈ ഹിജാബിന് അനുകൂലമായി ഈ കോടതി വിധിക്കുമോ? എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നിങ്ങൾ പറയുന്നത്? എന്തൊക്കെ? അപ്പോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രശ്നം അത്ര ലളിതമല്ല. എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് കേട്ടോ.